പശ്ചിമേഷ്യയിലെ കലുഷിത കാലാവസ്ഥയ്ക്ക് അറുതിയേയില്ല. ഇറാന്റെ ആണവോർജ കേന്ദ്രങ്ങളടക്കം ആക്രമിക്കാൻ പദ്ധതിയിടുന്നു എന്നും വിവരമുണ്ട്. അതിനിടെ ലെബനനിൽ കടുത്ത ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അശ്വജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. അശ്വജിത്ത്, ഗുഡ് മോർണിംഗ്. നമ്മളൊരു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ലോകത്ത് യുദ്ധം കലുഷിതമാക്കിയ പ്രദേശങ്ങളിലെ മനുഷ്യർക്ക് ഒരിക്കലും നല്ല ദിവസമല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. മാത്രമല്ല, വളരെ ഭീതിയോടെ നമ്മൾ എല്ലാവരും കാണേണ്ട ഒന്ന് ഡെമോക്ലസിന്റെ വാൾ പോലെ നിൽക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ. അതായത് ഈ കലുഷിത കാലാവസ്ഥയിൽ ഇറാന്റെ ആണവോർജ കേന്ദ്രങ്ങളടക്കം ആക്രമിക്കാൻ പദ്ധതിയിടുന്നു എന്ന വിവരമാണല്ലോ ലഭിക്കുന്നത്. അശ്വജിത്ത്, മോത്തി പറഞ്ഞതുപോലെ തന്നെയാണ്, അത്ര ഗുഡ് മോർണിംഗ് പറയേണ്ട സാഹചര്യമല്ല പശ്ചിമേഷ്യയിലുള്ളത്. ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ വലിയൊരു തീവ്രമായ യുദ്ധത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിന് അടിസ്ഥാനമായത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു റിപ്പോർട്ടാണ്. ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളതും. അവർ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രിയും ഒക്കെ ചേർന്ന് നടത്തിയ യോഗത്തിന് പിന്നാലെ വരുന്ന ചില സൂചനകൾ പ്രകാരം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അടക്കം ലക്ഷ്യമിടുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ തീവ്രത വലിയ വ്യാപ്തിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ലോകം ആ സാഹചര്യം ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ്. അതിന് അമേരിക്ക കൂടെ ഇപ്പോൾ ആ ശ്രമത്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനെതിരെ ഇസ്രായേലിന് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ച അമേരിക്ക ഈ വിഷയത്തിൽ, അതായത് ഈ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമേരിക്ക ആ പിന്തുണയിൽ ചെറിയൊരു അയവ് വരുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ആ പിന്തുണ ഒന്ന് കുറച്ചിട്ടുണ്ട്, ഒരു എതിർസ്വരം ഉയർത്തിയിട്ടുണ്ട്. ജോ ബൈഡൻ തന്നെ നേരിട്ട് പറഞ്ഞു, ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുകയാണെങ്കിൽ അതൊരു തരത്തിലും അംഗീകരിക്കുകയില്ല എന്ന്. ജോ ബൈഡന്റെ വാക്കുകളൊന്ന് കേൾക്കാമെന്ന് തോന്നുന്നു. I called the meeting of the G7 today. We're working on a joint statement that all of us agree on, from Japan to France to Germany to etc. And what we're doing in that regard is we're making it clear that there are things that have to be done. ജോ ബൈഡന്റെ വാക്കുകളിൽ നിന്ന് തന്നെ കൃത്യമായൊരു സൂചന കൊടുക്കുന്നുണ്ട്. ആണവ കേന്ദ്രങ്ങളൊക്കെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങളിലേക്ക് അത് പോയാൽ ഒരുപക്ഷെ അതിൻ്റെ ഗ്രാവിറ്റി വലുതാകും എന്നതുകൊണ്ട് തന്നെയാണ് അതിനെ ഈ ഘട്ടത്തിൽ എതിർക്കുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ നീക്കം എന്തായിരിക്കും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ ഇസ്രായേൽ അമേരിക്കയും തള്ളിക്കൊണ്ട്, അമേരിക്കയുടെ ഒരു ശാസനവും തള്ളിക്കൊണ്ട് അതുമായി മുന്നോട്ട് പോകുമോ, പദ്ധതിയുമായി മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഇറാന്റെ ആക്രമണമുണ്ടായി, ഏതാണ്ട് 24 മണിക്കൂറിലേറെ കഴിഞ്ഞിരിക്കുന്നു. ഒരു തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ലെബനനിൽ ഇസ്രായേലിന്റെ ആക്രമണം ശക്തമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെയുമായി അതിശക്തമായ ആക്രമണമാണ് ലെബനനിൽ നടക്കുന്നത്. അവിടെ ഇസ്രായേലിനും തിരിച്ചടി കിട്ടുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിന്റെ 8 സൈനികരാണ് ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് വന്നത് പ്രകാരം കൊല്ലപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിൽ ലെബനനിൽ അടിയും തിരിച്ചടിയുമായി പോകുന്നു. കലുഷിതം തന്നെയാണ് കാലാവസ്ഥ, പശ്ചിമേഷ്യയിലെ കാലാവസ്ഥ. ഇനി എങ്ങനെ ഇത് മുന്നോട്ട് പോകുമെന്നുള്ളത് വരും മണിക്കൂറുകളിലൊക്കെ നിർണായകമാണ്. മോത്തി, ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഇത്ര ശക്തമായി വെല്ലുവിളിക്കും തിരിച്ചടിക്കും എന്ന വാശിയിൽ നിൽക്കുമ്പോൾ അത് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെയും കാര്യമായി ബാധിക്കും. ലോക രാജ്യങ്ങൾ, നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ടുള്ള പല രാജ്യങ്ങളെയും ബാധിക്കും. നമുക്ക് മലയാളികൾക്ക്, ഇന്ത്യക്കാർക്ക് പ്രധാനമായും അറിയേണ്ടത് നമ്മുടെ രാജ്യത്തിനെ ഇത് ഏത് തരത്തിലാണ് ബാധിക്കുക, നമ്മൾ സുരക്ഷിതരായിരിക്കുമോ എന്നതാണ്. മോത്തി, തീർച്ചയായിട്ടും. അതായത് ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷം ഒരു തരത്തിൽ ആ രണ്ട് രാജ്യങ്ങളെ മാത്രമല്ല പശ്ചിമേഷ്യയെ ആകെ ബാധിക്കുമെന്ന് പറയുമ്പോൾ അത് ആഗോള വിപണിയിലും വ്യാപകമായി പ്രതിഫലിക്കും. കഴിഞ്ഞ ദിവസം തന്നെ എണ്ണ വിലയിലൊക്കെ വർധനവുണ്ടായി. ഇന്ന് നമ്മുടെ ഓഹരി വിപണിയിൽ പോലും അതിൻ്റെ ചാഞ്ചാട്ടം ഉണ്ടായേക്കാം. ഒരുപക്ഷെ അതിൻ്റെ ഒരു ആശങ്കയിൽ കൂടിയാണ് നമ്മുടെ ഓഹരി വിപണിയും. അതിൽ തിരിച്ചടി ഉണ്ടായേക്കാം എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സാമ്പത്തിക മേഖലയിൽ, സമാധാന വിഷയത്തിൽ, സാമൂഹ്യ പശ്ചാത്തലത്തിലൊക്കെ ഈ യുദ്ധം വലിയൊരു നിർണായകമായ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു ഇവാക്വേഷൻ പ്രോസസ്സിലേക്ക് പോകണം. കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്, സുരക്ഷിതമായി ഇസ്രായേലിലുള്ളവർ സുരക്ഷിതമായിരിക്കണം, ഒപ്പം തന്നെ യാത്രകൾ ഒഴിവാക്കണം എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഒരുപക്ഷെ യുദ്ധം വ്യാപിക്കുകയാണെങ്കിൽ ഇവാക്വേഷൻ പ്രോസസ്സിലേക്കൊക്കെ പോകേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട നടപടികളുമൊക്കെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ചിന്തിക്കുന്നുണ്ടാവും. ഒരർത്ഥത്തിൽ തീർച്ചയായും ഇത് പശ്ചിമേഷ്യയിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് ഏഷ്യൻ രാജ്യങ്ങളും ലോകമാകെയും ഒരു ആശങ്കയുള്ള നിമിഷങ്ങളാണ്. മോത്തി.
തീർച്ചയായിട്ടും അശ്വജിത്ത്, യുദ്ധം എന്നാൽ ആശങ്കയാണ്, ദുരിതമാണ്, ദുരന്തമാണ്. നമുക്കറിയാം നമ്മുടെ എല്ലാം സഹോദരങ്ങൾ പ്രവാസികളായി അവിടെ ഉള്ളവർ സുരക്ഷിതരായിരിക്കുന്നു. ഇരു രാജ്യങ്ങളിലുമൊക്കെ ഉള്ളവർ, ഇറാനിലും ഇസ്രയേലിലും ഒക്കെ ഉള്ളവർ സുരക്ഷിതരായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇസ്രയേലിലേക്ക് നിരവധി മിസൈലുകളാണ് കഴിഞ്ഞ ദിവസം വർഷിച്ചത്. അതോടെയാണ് അന്തരീക്ഷം കുറച്ച് കൂടുതൽ കടുത്തതെന്ന് നമുക്കറിയാം. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമായിരുന്നു. ആ മിസൈലുകൾ വന്ന് പതിക്കുന്നതും ഭീതി ജനിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത്.